ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കുഞ്ഞുമക്കളെ, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, കണ്ണുകളടയ്ക്കാം, കരങ്ങൾ കൂപ്പാം. ഇത്രയും സ്നേഹമുള്ള ഞങ്ങളുടെ പിതാവായ ദൈവമേ, അങ്ങ് ഞങ്ങൾ തന്ന ഈ മഹാഭാഗ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാ കാര്യങ്ങളെയും തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. യെസ്, നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലെ യുവജനങ്ങളും ദൈവാരാധനയും എന്നുള്ള ആ പാഠഭാഗത്തിന്റെ ആദ്യത്തെ മൊഡ്യൂളാണ്, ആദ്യ സെഷനാണ് നമ്മൾ എടുത്തത്. അത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താണ് ദൈവാരാധന, പ്രാചീന മനുഷ്യർ എങ്ങനെയാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത്, കാലക്രമേണ ഉരുത്തിരിഞ്ഞു വന്ന അത് സംഘടിതമായിട്ടുള്ള മതവിഭാഗങ്ങൾ, അവർ അനുവർത്തിച്ചു പോകുന്ന 4 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ആരാധനയ്ക്കുള്ള ഘടകങ്ങൾ എന്തൊക്കെ പഠിച്ചു? വിശ്വാസ സംഹിത, നിയമസംഹിത, പിന്നെ ആരാധന ക്രമം, പിന്നെ സമൂഹം. ഈ 3 പ്രധാനപ്പെട്ട ഘടകങ്ങൾ ചേർന്ന ഒരു ആരാധന ഉണ്ടാകുമെന്ന് പഠിച്ചു. അതിനുശേഷം ആരാധനയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് പഠിച്ചു. പിന്നെ ആരാധന വഴി ഉണ്ടാകുന്ന ഫലങ്ങൾ നമ്മൾ പഠിച്ചു. എന്നിട്ട് ക്രൈസ്തവ ആരാധന എന്താണ്, മറ്റുള്ള മതവിഭാഗങ്ങൾ ചെയ്യുന്ന ആരാധനയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ക്രൈസ്തവ ആരാധന എന്താണ്, അതായത് യേശുക്രിസ്തുവിന്റെ എന്താണ് പെസഹ മിസ്റ്ററി, പെസഹ രഹസ്യത്തിൽ നാം എല്ലാവരും പങ്കുചേരുന്നു നമ്മുടെ ക്രൈസ്തവ ആരാധന വഴി. അതാണ് ക്രൈസ്തവ ആരാധന എന്ന് പറയുന്നത് തന്നെ. യേശുക്രിസ്തുവിന്റെ പെസഹ രഹസ്യത്തിൽ നാം പങ്കുചേരുന്നു, അതുവഴി നാം ആഘോഷം നടത്തുന്നു, പ്രഘോഷിക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അടുത്ത് നമ്മുടെ ക്രിസ്ത്യാനികൾ, ക്രൈസ്തവരുടെ, കത്തോലിക്കരുടെ ആരാധന ക്രമത്തിലെ കാലങ്ങൾ നമുക്കറിയാം. എല്ലാത്തിനും കാലമുണ്ട്. നമുക്ക് ഇതിന് ഒരു കലണ്ടർ ഉണ്ട്. നമ്മുടെ രാജ്യത്തിന് കലണ്ടർ ഉണ്ട്, ലോകത്തിന് കലണ്ടർ ഉണ്ട്, നമ്മുടെ സ്കൂളിൽ വിദ്യാലയങ്ങളിലെ അക്കാഡമിക് കലണ്ടർ ഉണ്ട്. അതുപോലെ തന്നെ ആരാധനാ ക്രമത്തിനും ഒരു കലണ്ടർ അല്ലെങ്കിൽ ഒരു കാലം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് നമ്മളതെല്ലാം നമ്മൾ ദൈനംദിനം നമ്മളെല്ലാം കണ്ട് അനുഭവിച്ചു പോകുന്ന കാര്യങ്ങളാണ്. എന്നാൽ തന്നെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ എന്നാണ് നമ്മുടെ ആരാധനാ ക്രമ വർഷം അല്ലെങ്കിൽ വത്സരം ആരംഭിക്കുന്നത്, എന്നാണ് അവസാനിക്കുന്നത്, എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ആരാധനാക്രമ വത്സരത്തിൽ നാം അനുഷ്ഠിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ നമ്മുടെ കലണ്ടർ, ലിറ്റർജിക്കൽ കലണ്ടർ ആരംഭിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആഗമനകാലം 1ാമത്തെ ഞായറാഴ്ച. അതാ എന്ന് വരും ആഗമനകാലത്തിന്റെ 1ാമത്തെ ഞായറാഴ്ച? നവംബർ മാസത്തെ അവസാനത്തെ ആഴ്ച കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച. ഇതാണ് കണക്ക് കൂട്ടുന്നത്. അപ്പോൾ നവംബറിന്റെ അവസാന ഞായറാകാം, ഒരുപക്ഷെ ഡിസംബറിന്റെ ആദ്യ ഞായറും ആകാൻ സാധ്യത ഉണ്ടാകും. എന്തായാലും നവംബർ അവസാനത്തെ ആഴ്ച കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച, അതാണ് ആഗമനകാലം 1ാം ഞായർ. ഇതാണ് നമ്മുടെ കത്തോലിക്ക സഭയുടെ ആരാധനാക്രമ വർഷത്തിന്റെ ആരംഭം. നമ്മളിപ്പം ജനുവരി മാസം നമ്മുടെ പുതിയ വർഷം എന്ന് പറയുന്നുണ്ട്. 2020 ജനുവരി മാസം 1ാം തീയതി പുതിയ വർഷം പിറന്നു എന്ന് പറയുന്നു. അതെന്താ അവസാനിക്കുന്നത്? 2020 ഡിസംബറിലാണ് അവസാനിക്കുന്നത്. അതുപോലെ ആരാധനാക്രമ വത്സരം ആരംഭിക്കുന്നത് ആഗമനകാലം 1ാം ഞായറാഴ്ചയോടുകൂടി ആരംഭിച്ച് അത് അവസാനിക്കുന്നത് എന്നാണ് ആരംഭിക്കുന്നത്? ക്രിസ്തുരാജന്റെ തിരുനാൾ, നവംബർ മാസം നടക്കുന്ന ക്രിസ്തുരാജന്റെ തിരുനാളോടുകൂടിയാണ് ഈ ആരാധനാക്രമ വത്സരം അല്ലെങ്കിൽ ഒരു സർക്കിൾ, ഒരു വർഷം അവസാനിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്രമത്തിലെ കാലങ്ങൾ ആരംഭിക്കുന്നത്. വർഷം ആഗമനകാലം 1ാം ഞായർ ആരംഭിച്ച് അത് കറങ്ങി ക്രിസ്തുരാജന്റെ രാജ്യത്വ തിരുനാളോടുകൂടി ആ ഒരു വർഷം അവസാനിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ നാം 6 പ്രധാനപ്പെട്ട ഘടകങ്ങൾ അല്ലെങ്കിൽ ഘട്ടത്തിൽ കൂടെ നാം കടന്നു പോകുന്നു. ഏതൊക്കെയാണ് കടന്നു പോകുന്നത്? അതിരിക്കട്ടെ, ഒരു വർഷം എത്ര ഞായറാഴ്ച ഉണ്ടാകും? ആർക്ക് പറയാം? അതെ, ഒരു 53 അല്ലെങ്കിൽ 54 ഞായറാഴ്ചകളാണ് ഒരു വർഷം ഉണ്ടാവുക. ഈ വർഷത്തിലെ എല്ലാ ഞായറാഴ്ചകളിലും അതിൻ്റെതായ പ്രത്യേകതകൾ ചേർത്തുകൊണ്ടാണ് നമ്മുടെ ആരാധനാക്രമ കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം പറഞ്ഞു ആഗമനകാലം 1ാമത് ഞായർ. അത് ആഗമനകാലം സാധാരണഗതിയിൽ നിർബന്ധമായിട്ടും 4 ഞായറാഴ്ചകളാണ് ആഗമനകാലത്തില് ഉണ്ടാവുക. ആഗമനകാലം അത് കഴിഞ്ഞിട്ട് ഉള്ള കാലമാണ് തിരുപ്പിറവിക്കാലം. അത് എന്നാണ് തുടങ്ങുന്നത്? ആഗമനകാലം 1ാം ഞായറാഴ്ച, 2ാം ഞായറാഴ്ച, 3ാം ഞായർ, 4ാം ഞായർ. തിരുപ്പിറവി എന്നിട്ട്
പാതിരാ കുർബാന, ക്രിസ്മസിന്റെ പാതിരാ കുർബാനയ്ക്ക് തൊട്ടു മുമ്പ് വരെയുള്ള കാലമാണ് ആഗമന കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആഗമനകാലം 1-ാം ഞായർ മുതൽ ക്രിസ്മസിന്റെ പാതിരാ കുർബാനയുടെ തൊട്ട് മുമ്പ് വരെയുള്ള കാലത്തിനാണ് നാം ആഗമനകാലം എന്ന് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം വരുന്നത് ക്രിസ്മസോടുകൂടി, അതായത് ഡിസംബർ 25 പാതിരാ കുർബാനയോടുകൂടി, അത് യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാളോടുകൂടി തിരുപ്പിറവിക്കാലം. അതാണ് തിരുപ്പിറവിക്കാലം. അത് എപ്പോഴും മുതൽ എപ്പോഴും വരെയാണ്? ക്രിസ്മസിന്റെ പാതിരാ കുർബാന മുതൽ യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാൾ വരെയുള്ള ആ കാലഘട്ടത്തെയാണ് തിരുപ്പിറവിക്കാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ തിരുപ്പിറവിക്കാലം എന്ന് പറയുന്നത് നമ്മുടെ ആരാധന ക്രമവത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘട്ടമാണ്. ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർപ്പിക്കുന്നതിൽ രണ്ടാമത്തെ കാലമാണ് ഈ തിരുപ്പിറവിക്കാലം. രണ്ടാമത്തെ കാലമാണ് ഈ തിരുപ്പിറവിക്കാലം. ഈ തിരുപ്പിറവിക്കാലത്ത് നാം പ്രത്യേകമായിട്ട് വിശുദ്ധ സ്റ്റീഫൻ, നമ്മുടെ സഭയിലെ ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്റ്റീഫന്റെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. അതോടൊപ്പം വിശുദ്ധ പൈതങ്ങളുടെ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട്. പിന്നെ പരിശുദ്ധ കന്യാമാതാവിന്റെ, ദൈവമാതാവിന്റെ ആ തിരുനാളും നാം ഈ തിരുപ്പിറവിക്കാലത്ത് ആഘോഷിക്കാറുണ്ട്. അപ്പൊ ഈ തിരുപ്പിറവിക്കാലം എന്ന് അവസാനിക്കുന്നു? യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനത്തോടു കൂടിയാണ് തിരുപ്പിറവിക്കാലം അവസാനിക്കുന്നത്. ആരംഭിക്കുന്നത് ക്രിസ്മസിന്റെ പാതിരാ കുർബാനയോട് ആരംഭിച്ച് യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാന തിരുനാളോട് കൂടി ഇത് അവസാനിക്കുന്നു. അതിനുശേഷം വരുന്നത് എന്താണ്? ആണ്ടുവട്ടത്തിന്റെ 1-ാം ഭാഗം. നമുക്കറിയാം, നമ്മുടെ കലണ്ടറിൽ ഏറ്റവും കൂടുതൽ സൺഡേ വരുന്നത് ആണ്ടുവട്ടത്തിലാണ്. ആദ്യത്തെ ആണ്ടുവട്ടം എന്ന് പറയുന്നത് ഒരു 4 ഞായറാഴ്ച ദൈർഘ്യമുള്ള ഒരു കാലമാണ്. അത് തിരുപ്പിറവി കാലം കഴിഞ്ഞതിന് ശേഷം, അതായത് യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനം കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 ഞായറാഴ്ച മാത്രം ഉണ്ടാകുന്ന ഒരു ആണ്ടുവട്ടത്തിന്റെ 1-ാം ഘട്ടം ആണ് നാം ഇവിടെ ആഘോഷിക്കുന്നത്. അത് തിരുപ്പിറവി കാലത്തിന് ശേഷം അത് എന്നുവരെ ഉണ്ടാകാം? അതെ, നോമ്പുകാലം ആരംഭം. എന്നാൽ നോമ്പുകാലം ആരംഭം വരുന്നത് ആഷ് വെനസ്ഡേ, ക്ഷാര ബുധനാഴ്ച, അതിന്റെ തൊട്ട് മുമ്പത്തെ യാമപ്രാർത്ഥന, ആ സമയത്തോടു കൂടിയാണ് ആണ്ടുവട്ടത്തിലെ 1-ാം ഘട്ട ആണ്ടുവട്ടം അവസാനിക്കുന്നത്. അതായത് തിരുപ്പിറവി കാലശേഷം യേശുക്രിസ്തുവിന്റെ ജ്ഞാനസ്നാനത്തിന്റെ തിരുനാളിന് ശേഷം തുടങ്ങി ആഷ് വെനസ്ഡേയുടെ ആ തലേ ദിവസം വരെയുള്ള ആ കാലഘട്ടത്തെയാണ് 1-ാം ഘട്ട ആണ്ടുവട്ടം എന്ന് നാം പറയുന്നത്. ഈ ആണ്ടുവട്ടത്തിൽ സാധാരണയായിട്ട് നമ്മൾ വിശുദ്ധരുടെ തിരുനാളുകൾ ആഘോഷിക്കാറുണ്ട്. മറ്റു സഭയിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഓർക്കാറുണ്ട്. ഇത് നമ്മുടെ ആഗമനകാലം ഉദ്ദേശിക്കുന്നത് യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെ നാം അനുസ്മരിക്കുകയാണ്. അത് പ്രത്യേകമായ രീതിയിൽ നാം നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തുവിന്റെ സഹനം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇതൊക്കെ എല്ലാ രഹസ്യങ്ങളും എല്ലാ ആരാധനയും ഉണ്ട്. എന്നാൽ തന്നെയും ഈ ആഗമന കാലത്ത് യേശുക്രിസ്തുവിന്റെ 1-ാമത്തെ വരവിനെ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിച്ച് പ്രത്യേകമായിട്ട് തയ്യാറാകുന്ന ആ ഒരു പ്രത്യേക കാലഘട്ടമാണ്. ആണ്ടുവട്ടത്തിൽ സാധാരണയായിട്ട് നമ്മൾ വിശുദ്ധന്മാരുടെ തിരുനാളുകളാണ് സാധാരണയായിട്ട് ആണ്ടുവട്ടത്തിൽ ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ആണ്ടുവട്ടത്തിന്റെ 1-ാം ഘട്ടം കഴിഞ്ഞിട്ട് ഇതെന്താണ്? നോമ്പുകാലം ആരംഭിക്കുകയാണ്. നോമ്പുകാലത്തിന്റെ ആരംഭം എന്താണ്? ആഷ് വെനസ്ഡേ, ക്ഷാര ബുധനാഴ്ച നാം നമ്മുടെ നെറ്റിയിലെ ചാരം പൂശി നമ്മള് നോമ്പുകാലം ആരംഭിക്കുന്നു. അത് സാധാരണ 50 നോമ്പെന്നോ 45 നോമ്പെന്നോ ഒക്കെ പറയാറുണ്ട്. അത് ഈ ബുധനാഴ്ച ആഷ് വെനസ്ഡേ ആരംഭിക്കുന്ന നോമ്പുകാലം എന്ന് അവസാനിക്കുന്നു. പെസഹ തിരുനാളിന്റെ അന്നുള്ള ഈ പാദക്ഷാളന കർമ്മം വരെയാണ് ഈ നോമ്പുകാലത്തിന്റെ ദൈർഘ്യം. അതായത് ആഷ് വെനസ്ഡേ ക്ഷാര ബുധനാഴ്ച നമ്മൾ ആരംഭിക്കുന്ന നോമ്പുകാലം, പെസഹ വ്യാഴാഴ്ച പാദക്ഷാളന കർമ്മത്തിന് തൊട്ട് മുമ്പ് വരെ ഉള്ള ദൈർഘ്യത്തിലാണ് ഈ നോമ്പുകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു. എന്തിനാണ് ഈ 40 നോയമ്പ് നമുക്ക് ആഘോഷിക്കുന്നത്, നമ്മൾ ആചരിക്കുന്നത്? യേശുക്രിസ്തു തന്റെ പരസ്യ ജീവിതം, ദൗത്യം ആരംഭിക്കുന്നതിന് മുമ്പ് 40 രാവും 40 പകലും മരുഭൂമിയിലെ
ഉപവസിച്ചു, ദൈവത്തോടൊപ്പമായിരുന്നു, ഉപവസിച്ചു, തപസ്സിലും ധ്യാനത്തിലുമായിരുന്നു. അതിന്റെ ഓർമ്മയാണ് നാം പ്രത്യേകമായിട്ട് ഈ നോമ്പ് കാലത്ത് ആചരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ തപസ്സും പ്രായശ്ചിത്തവും പ്രത്യേക പ്രാർത്ഥനയുമായിട്ട് നാം നോമ്പ് കാലത്തെ നമ്മൾ അനുഷ്ഠിക്കുന്നു. അത് വളരെ പ്രത്യേകം അനുഗ്രഹപ്രദമായ ഒരു കാലഘട്ടമാണ് നോമ്പുകാലം. നോമ്പുകാലത്തെ സഭാപിതാക്കന്മാർ പറയുന്നത് അത് നമ്മുടെ സഭാ ചരിത്രത്തിന്റെ സുവർണകാലം അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈം എന്നാണ് പറയാറുള്ളത്. അത്രമാത്രം അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന, അതായത് നമ്മുടെ നോമ്പനുഷ്ഠാനത്തിലൂടെയും പ്രായശ്ചിത്തത്തിലൂടെയും പുണ്യപ്രവർത്തനത്തിലൂടെ നമുക്ക് ധാരാളം അനുഗ്രഹം ലഭിക്കുന്ന കാലമാണ് നോമ്പുകാലം എന്നാണ് സഭാപിതാക്കന്മാർ പറയാറുള്ളത്. അതുകൊണ്ടാണ് നോമ്പ് പീരീഡ് ഓഫ് ലെന്റ് ഈസ് ദി സ്പ്രിംഗ് ടൈം ഓഫ് ദി ചർച്ച്, അത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് സ്പ്രിംഗ് ടൈം, സുവർണകാലം എന്നാണ് പറയാറുള്ളത്. അത് ഈ പെസഹ വ്യാഴാഴ്ച പാദക്ഷാളന കർമ്മം അത് വരെ ആണ് തുടങ്ങുന്നത്. അതിനുശേഷം സഭയുടെ നമ്മുടെ ക്രമവത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് പെസഹ ത്രിദിനം. പെസഹ ത്രിദിനം വാക്കിൽ തന്നെ ഉണ്ട്, അതില് 3 ദിവസം. നമ്മുടെ ആരാധനാക്രമത്തില് നിങ്ങൾ ആദ്യം പഠിച്ചു ഏതിലാണ് രണ്ടാം പ്രാധാന്യം, ഏറ്റവും പ്രാധാന്യമുള്ള രണ്ടാമത്തെ കാലം നമ്മൾ പഠിച്ചതാണ് തിരുപ്പിറവിക്കാലം. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദ്യം ഉണ്ടായിട്ടുണ്ടാവും, സംശയം ഉണ്ടായിട്ടുണ്ടാവും, ഏതാണ് ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാലം. അതെവിടെയാണ് പറയുന്നത്? പെസഹ ത്രിദിനമാണ് നമ്മുടെ ആരാധന വർഷത്തിലെ ഏറ്റവും സുപ്രധാനമായ കാലഘട്ടം. അതെന്തൊക്കെയാണ്? പെസഹ വ്യാഴാഴ്ച പാദക്ഷാളന കർമ്മം തുടങ്ങി ഈസ്റ്ററിന്റെ പാതിരാ കുർബാന, ആ 3 ദിവസം ആണ് നമ്മുടെ പെസഹ ത്രിദിനം ആയിട്ട് നാം സഭ ആചരിക്കുന്നത്. അപ്പോൾ സഭയുടെ നമ്മുടെ കലണ്ടറിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ആ സമയമാണ്, ദിവസമാണ് പെസഹ ത്രിദിനം. എന്നിട്ട് അതിനുശേഷം പെസഹ കാലം. എന്താണ് പെസഹ കാലം? എപ്പോൾ ആരംഭിക്കുന്നു? പെസഹ കാലം ആരംഭിക്കുന്നത് ഈസ്റ്ററിന്റെ പാതിരാ കുർബാനയോടുകൂടി ആരംഭിച്ച് 50 ദിവസത്തെ, അത് കഴിയുമ്പോൾ പെന്തക്കോസ്ത തിരുനാൾ. അറിയാം പെന്തക്കോസ്ത തിരുനാൾ എന്താണ്? ഊട്ടുശാലയിലെ സ്ത്രീഹന്മാരും പരിശുദ്ധ കന്യാമാതാവും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തീനാവിന്റെ രൂപത്തിൽ പരിശുദ്ധ രൂപി എഴുന്നള്ളി വന്നു. ഇതാണ് പെന്തക്കോസ്ത ദിനം. ആ ദിവസം വരെ, അങ്ങനെ 50 ദിവസം, ഈസ്റ്ററിന്റെ പാതിരാ കുർബാന മുതൽ 50 ദിവസം കഴിയുമ്പോഴുള്ള പെന്തക്കോസ്ത തിരുനാൾ വരെയുള്ള കാലഘട്ടമാണ് പെസഹ കാലം. പെസഹ കാലം അതും വളരെയധികം പ്രാധാന്യം സഭയിൽ അർഹിക്കുന്ന കാലഘട്ടമാണ് ഈ പെസഹ കാലം. യേശു നമുക്ക് വേണ്ടി മരിച്ചു, അത് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മൾ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്നു. എന്നിട്ട് ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും സഭ സ്ഥാപിച്ച സ്ഥാപിക്കപ്പെട്ട ആ പെന്തക്കോസ്ത ദിനത്തോടു കൂടിയാണ് ഈ പെസഹ കാലം അവസാനിക്കുന്നത്. പെസഹ കാലം പെന്തക്കോസ്ത തിരുനാളോടുകൂടി പെസഹ കാലം അവസാനിക്കുന്നു. അതിനുശേഷമാണ് നീണ്ട ഒരു 33-34 ഞായറാഴ്ചകളിൽ നാം ആചരിക്കുന്ന ആണ്ടുവട്ടത്തിന്റെ 2ാം ഘട്ടം. നമ്മൾ ആണ്ടുവട്ടത്തിന്റെ 1ാം ഘട്ടം എപ്പോ ചെയ്തു? ഈശോയുടെ ജ്ഞാനസ്നാനത്തിന് ശേഷം ഒരു 4 ഞായറാഴ്ച, ഈ ആഷ് വെഡ്നെസ്ഡേ വരുന്ന ആ കാലഘട്ടത്തിൽ നമ്മൾ ആണ്ടുവട്ടത്തിന്റെ 1ാം ഘട്ടം ആചരിച്ചു. അതിനുശേഷം ആണ്ടുവട്ടത്തിന്റെ 2ാം ഘട്ടം ആരംഭിക്കുന്നത് പെന്തക്കോസ്ത തിരുനാൾ കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച മുതല് എന്നായിരിക്കും. ഓർക്കുന്നുണ്ടോ? നമ്മുടെ ലിറ്റററിയിൽ കലണ്ടറിന്റെ അവസാനം എന്താണ്? അതെ, ക്രിസ്തുരാജന്റെ രാജത്വത്തെ തിരുനാളോടുകൂടിയാണ് ആണ്ടുവട്ടത്തിന്റെ 2ാം ഘട്ടം അവസാനിക്കുന്നതും അതോടൊപ്പം നമ്മുടെ ആരാധനക്രമ വത്സരവും അവസാനിക്കുന്നത്. അതാണ് നമ്മുടെ ആരാധനക്രമ വത്സരത്തിന്റെ ആ ഒരു സൈക്കിൾ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും. ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. അതായത് 53-54 ഞായറാഴ്ചകളാണ് ഒരു വർഷത്തിലുള്ളത്. ഈ ഒരു വർഷത്തില് നമ്മൾ ആഗമനകാലം അനുഷ്ഠിക്കുന്നു, തിരുപ്പിറവിക്കാലം നോക്കുന്നു, നോമ്പുകാലം അനുഷ്ഠിക്കുന്നു, പെസഹ ത്രിദിനം, പെസഹ കാലം, ആണ്ടുവട്ടം. ഇങ്ങനെ ആ ഒരു മഹത്തായ ഒരു സൈക്കിൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് ഇത് ഒന്നുകൂടെ ഓർക്കാം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നോക്കാം. എന്താണ് ആരാധനക്രമ വത്സരം എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ അതിന്റെ 6 പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ നമ്മൾ പഠിച്ചു. ഇത് നമുക്കിനി ഇതൊക്കെ നമ്മുടെ ഒരു ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ സഭയോടൊത്ത് ആയിരിക്കുവാൻ വേണ്ടി സഹായിക്കുന്ന രീതിയിലാണ് ഈ എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പാഠഭാഗം ഇന്ന് അവസാനിക്കുന്നു. നമുക്ക് അടുത്ത ദിവസം കാണാം.